ഹായ്. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പ്രയാസം തോന്നുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത രീതിയിൽ ആരെങ്കിലും പെരുമാറി, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്തെങ്കിലും സങ്കടങ്ങൾ നമുക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ സങ്കടം ദേഷ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഈ ദേഷ്യമായിട്ട് ആരോടൊക്കെ എക്സ്പ്രസ് ചെയ്യുക? നമ്മൾ കാണുന്നവരോടും എല്ലാവരോടും ദേഷ്യപ്പെടുമോ? ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാളുടെ അടുത്തായിരിക്കും നമ്മളത് എക്സ്പ്രസ് ചെയ്യുക, ഒന്നോ രണ്ടോ ആളുകളുടെ അടുത്ത്. എന്തുകൊണ്ടാണ് ആ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ ഇട്ടിട്ട് പോവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ ഒരു ഉറപ്പിൻ്റെ മേലാണ് നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നത്. എന്തും നമ്മൾ അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തു പോകുന്നത്. പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദേഷ്യപ്പെടൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ അവരെ കുറ്റം പറയുകയാണ്, വീണ്ടും അവർ മിണ്ടുന്നു, ക്ഷമിക്കുന്നു, മിണ്ടുന്നു, നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു, വീണ്ടും നമ്മൾ ദേഷ്യപ്പെടുകയാണ്. നിരന്തരമായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്ന പക്ഷം, നിരന്തരമായി നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്ന പക്ഷം ഒരു പക്ഷേ കുറേ നാളുകൾ സഹിച്ച് ക്ഷമിച്ച് അവസാനം അവർക്കത് സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തിയാൽ നമ്മളിൽ നിന്ന് പാടെ വിട്ടുപോകും. നമ്മളെ വിട്ടിട്ട് എന്നേക്കുമായി നമ്മളിൽ നിന്ന് അവർ അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതായത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിക്ക് തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതിരിക്കുവാണെങ്കിൽ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു പ്രയാസം അതാരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കാണാം. അത് നമ്മൾ ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് സംസാരിച്ച് തീർത്ത് കളയാം. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, താങ്ക് യു.